അത്ഭുതമുണ്ട്, മിറക്കിൾസ് ഉണ്ട്. അത് വേദപുസ്തകത്തിലുള്ളതാണ്. മിറക്കിൾസ് ഉണ്ട്, രോഗസൗഖ്യമുണ്ട്, മറ്റ് മിറക്കിൾസ് ഉണ്ട്. ഇതെല്ലാം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ആരും ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. ഒരു പക്ഷേ ഈ ക്രൂസൈഡുകാരൊക്കെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ മിറക്കിൾസ് മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. അവരത് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അത്ഭുതങ്ങൾ കണ്ട് വരുന്ന ആളുകളും യേശുവിനെ കണ്ട് വരുന്ന ആളുകളും ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വ്യത്യാസം നമുക്കറിയാനായിട്ട് പറ്റും. ഒറ്റ നോട്ടത്തിൽ തന്നെ. കാരണം അത്ഭുതങ്ങൾ കാണുന്നവൻ എപ്പോഴും വിടർന്ന കണ്ണുകളോടെ അടുത്ത അത്ഭുതത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ കള്ളനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്തില്ല? അവൻ യാതൊരു അത്ഭുതവും കണ്ടില്ല. എന്നിട്ടും ഇവൻ അവൻ്റെ രാവിലത്തെ യേശുവിനോടുള്ള മനോഭാവം മാറ്റിയിട്ട് അവനെ അനുഗമിക്കത്തക്ക രീതിയിലുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ്? എന്താ ഇതിനിടയ്ക്ക് ഇത്ര വലിയൊരു മാജിക് സംഭവിച്ചത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. രാവിലെ ദുഷിച്ചവൻ 1-2 മണിക്കൂർ കഴിയുമ്പോൾ എന്തുകൊണ്ട് ഇത്രയ്ക്ക് വലിയ ഒരു ചേഞ്ച് ഇവനിലുണ്ടായി? ഈ ചേഞ്ച് ഉണ്ടാക്കിയത് അത്ഭുതമല്ലെന്ന് നമ്മൾ കണ്ടു. കാര്യം അവൻ അത്ഭുതമൊന്നും കണ്ടില്ല. പിന്നെന്ത് ഇവന് ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം? അവന് ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ ഒന്നേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? യേശുവിൻ്റെ ഒരു പ്രാർത്ഥന. ദാറ്റ്സ് ഓൾ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ഒഴികെ വേറെ ഒന്നും ഇടയ്ക്ക് കയറി വരുന്നത് നമ്മൾ കാണുന്നില്ല. ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കയറി വന്നാൽ അതൊന്ന് യേശുവിൻ്റെ തലയ്ക്ക് മീതെ തറയ്ക്കപ്പെട്ട അവൻ്റെ കുറ്റസംഗതിയാണ്. കുറ്റസംഗതി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ക്രൂശിക്കപ്പെടുന്ന വ്യക്തികളിലൊക്കെ തലയ്ക്ക് മുകളിൽ അയാൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ക്രൂശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ യേശുവിൻ്റെ തലയ്ക്ക് മുകളിൽ എഴുതിയിരിക്കുന്ന കുറ്റസംഗതിയാണെന്നറിയാമോ? നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. രാജാവാകുന്ന ഇത്രയ്ക്ക് വലിയ കുറ്റമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുറ്റമാണെന്ന് നമുക്ക് തോന്നത്ത് പോലുമില്ല. അതുകൊണ്ടാണ് യഹൂദ പ്രമാണികൾ പിലാത്തോസിനടുത്ത് എന്ന് പറഞ്ഞു, അതെഴുതിയാൽ പറ്റത്തില്ല, യഹൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നെഴുതണമെന്ന്. പിലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. കാര്യം പിലാത്തോസിന് അറിയാം ഇതാ സത്യം എന്നുള്ളത്. ഞാൻ എഴുതിയത് എഴുതി. നിങ്ങൾ പറയുന്നൊന്നുമല്ല സത്യം, അവൻ യഹൂദന്മാരുടെ രാജാവാണ്. ഇത് വായിച്ച കള്ളൻ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ആദ്യത്തെ ക്രിസ്ത്യാനി ആരാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്രിസ്ത്യാനി ആരാണ്? യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലുള്ള വിശ്വാസത്താൽ വന്ന ആളാരാണ്? ഈ അനുതപിച്ച കള്ളൻ. ആദ്യമായിട്ട് പറുദീസയിലേക്ക് പോകുന്ന ആളാരാണ്? ഈ കള്ളൻ. അവനൊരു ട്രാക്റ്റ് വായിച്ച രക്ഷിക്കപ്പെട്ടത്. ആദ്യത്തെ കള്ളനൊരു ട്രാക്റ്റ് വായിച്ച രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ട്രാക്റ്റ് കടലാസിലല്ല എഴുതിയിരുന്നത്, ഒരു മരക്കഷണത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുകളിൽ ഒരു ട്രാക്റ്റ് വെച്ചിരുന്നു. എന്താണ്? നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അതാണ് നമ്മൾ INRI എന്ന് ചിലയിടത്തൊക്കെ എഴുതി കാണുന്നത്. അത് റോമൻ ലെറ്റേഴ്സ് മാത്രം എഴുതുക. അങ്ങനെയല്ല, INRI എന്ന് യേശുവിൻ്റെ തലയ്ക്ക് മുകളിൽ എഴുതിയിരുന്നതല്ല. അത് യഹൂദ, യവന, റോമൻ ഭാഷകളിൽ അത് എഴുതിയിരുന്നു. യഹൂദന്മാരുടെ രാജാവാണ് യേശു. നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നുള്ളത് റോമൻ, യവന, യഹൂദ അല്ലെങ്കിൽ യഹൂദ ഭാഷയിൽ അത് എഴുതിയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ഭാവനയിൽ കാണുകയുള്ളൂ, അല്ലാതെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ ആയിരിക്കാം ഇവൻ്റെ മനസ്സിലൂടെ കടന്നുപോയതായിട്ടുള്ള ചിന്തകൾ. ഈ കള്ളൻ ഒരു യഹൂദനാണെന്ന് നമുക്കറിയാം. യഹൂദന്മാരെയാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത്? ക്രൂശിക്കുന്നത് എന്ന് തന്നെയല്ല. അവൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്യുന്നൊരു കാര്യം, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ എൻ്റെയും രാജാവാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന് പറയാൻ കാര്യം. ഹി ഈസ് എ ജ്യൂ, അതിന് സംശയമൊന്നുമില്ല. അവനൊരു യഹൂദനാണ്. അങ്ങനെ യഹൂദനാണെങ്കിൽ അവൻ മശിഹയെ കാത്തിരുന്ന ഒരു വ്യക്തിയുമായിരുന്നിരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പക്ഷേ കൂടുതലും എങ്ങനെയുള്ളവരെയാണ് ക്രൂശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമൻ ഗവൺമെൻറ്റിന് വിരോധമായി പ്രവർത്തിക്കുന്ന യഹൂദന്മാരെയാണ് സ്വാഭാവികമായും ക്രൂശിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇവനും റോമൻ ഗവൺമെൻറ്റിനോട് റിബല്ലിയസ് ആയിട്ട് നിന്ന ഒരു യഹൂദ ചിന്ത വെച്ച് പുലർത്തുന്ന യഹൂദന്മാരുടെ ഒരു നേതാവായിരുന്നിരിക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും അവൻ എന്തറിയാം?
യഹൂദന്മാർക്കൊരു മശിഹ ഉണ്ടെന്നും ആ മശിഹ വന്നു കഴിഞ്ഞാൽ ഇസ്രായേല്യരെ അല്ലെങ്കിൽ യഹൂദരെ വിടുവിക്കുവാനായി ദൈവം അയക്കുന്ന വ്യക്തി ആ വരുന്ന മശിഹ ആയിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ആർക്കറിയാം? ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളന് നന്നായിട്ട് അറിയാം. അപ്പോഴാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്ത്? നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ ഇവൻ്റെ മനസ്സിലെ സംശയം മുഴുവൻ ഇവൻ എങ്ങനെയാണ് രാജാവാകുന്നത്? അതാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. ക്രൂശിൽ കിടക്കുന്ന ഈ വ്യക്തി എങ്ങനെയാണ് രാജാവാകുന്നത്? അവന് പല രാജാക്കന്മാരെ അറിയാം. അവന് ഹേരോദാവിനെ അറിയാം. യഹൂദന്മാരുടെ അന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജാവായ റോമിൻ്റെ കീഴിലുള്ള രാജാവായ ഹേരോദാവിനെ അവനറിയാം. അവന് പീലാത്തോസിനെ അറിയാം. ഒരു പക്ഷേ റോമൻ സീസറിനെയും അവനറിയാം. നേരിട്ടറിയാമോ ഇല്ലെന്നുള്ളതല്ല, രാജാക്കന്മാർ എന്ന നിലയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കുറിച്ചും ഇവനറിയാം. പക്ഷെ ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഭൂമിയിലെ ഏതൊരു രാജാവും ചെയ്യുന്നത് പോലെ തങ്ങളെ എതിർക്കുന്നവരെ കൊല്ലുക എന്നുള്ളതല്ലാതെ ഇവരുടെ മനസ്സിൽ വേറെ അജണ്ട ഒന്നും ഇല്ല. അപ്പോൾ ഒരു രാജാവാണെങ്കിൽ കഴിവുണ്ടെങ്കിൽ അവൻ എതിർക്കുന്നവരെ കൊല്ലും. കഴിവുണ്ടായിട്ടും എതിർക്കുന്നവരെ കൊല്ലാത്ത ഒരു രാജാവുമില്ല. അങ്ങനെ ഒരു രാജാവിനെ കുറിച്ച് ഇവന് അറിയത്തില്ല. ഇവൻ പറയുന്നത്, എടാ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇവനെ കൊന്നേനുമല്ലോ. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ പീലാത്തോസിനെ ഞാൻ തന്നെ കൊന്നേനെ. എന്നെ ക്രൂശിക്കാൻ വിധിച്ച പീലാത്തോസിനെ ഞാൻ തന്നെ കൊന്നേനെയും. എന്തുകൊണ്ടാണ് ഈ ക്രൂശിൽ ഇവൻ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത്? കഴിവില്ലാത്തത് കൊണ്ട്. അഥവാ അവനെ ക്രൂശിക്കുന്നവരെ കൊല്ലാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവനിപ്പോൾ ക്രൂശിൽ കിടക്കേണ്ടി വരുന്നത്. ഗതികേട് കൊണ്ടാണ് അവൻ ക്രൂശിൽ കിടക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവൻ ചിന്തിക്കുന്നത്, എനിക്ക് കഴിവില്ല, ഞാൻ രാജാവല്ല, എനിക്ക് സൈന്യമില്ല, എന്നെ രക്ഷിക്കാൻ സൈന്യമില്ല, എന്നെ അനുസരിക്കാൻ പ്രജകളില്ല, അതുകൊണ്ട് ഞാനൊരു രാജാവല്ല. പക്ഷെ ഇവൻ രാജാവാണെങ്കിൽ, അവൻ പറയുന്നത് അല്ലെങ്കിൽ ഇവൻ രാജാവാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, എന്തുകൊണ്ട് ഇവൻ്റെ സൈന്യം ഇവന് വേണ്ടി പോരാടുന്നില്ല? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഇവൻ രാജാവാണെങ്കിൽ, അതും എഴുതിയിരിക്കുന്നത് എന്താണ്? യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുമ്പോഴത്തേക്ക് he says he is Christ. അതുകൊണ്ടാണല്ലോ നീ ക്രിസ്തു എങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ഇവൻ ക്രിസ്തുവാണെങ്കിൽ, ഇവൻ്റെ ഒറ്റ സംശയമേ ഉള്ളൂ, ഇവൻ ക്രിസ്തുവാണെങ്കിൽ 35-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നീ ക്രിസ്തുവെങ്കിൽ നീ ഇറങ്ങി വാ എന്ന് പറയുന്നത്. ഇവൻ ക്രിസ്തുവാണെങ്കിൽ, ഇതാണ് അവൻ്റെ അവകാശവാദമെങ്കിൽ, ഇവൻ്റെ കയ്യിൽ ആണി അടിച്ചപ്പോൾ സ്വർഗീയ സൈന്യയുടെയായിരുന്നു. ഇവൻ ക്രിസ്തുവാണെങ്കിൽ എന്തുകൊണ്ട് ഇവൻ്റെ കയ്യിൽ ആണി അടിക്കുവാൻ? ക്രിസ്തു ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ദൈവമാണ് രാജാവെങ്കിൽ, എന്തുകൊണ്ട് ഇവൻ ക്രൂശിക്കപ്പെടുവാൻ ഇവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇവൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കിയ ഏക കാര്യം ഇതാണ്. ഇവൻ സാധാരണ നമ്മൾ കാണുന്നത് പോലെ ഒരു രാജാവല്ല. ഹി ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കിങ്. വ്യത്യസ്തനായ ഒരു രാജാവാണ്. ഇവൻ്റെ കൈകളിൽ ആണിയടിച്ചപ്പോൾ എന്തുകൊണ്ട് അവൻ അവരെ കൊല്ലാനോ അതിനുവേണ്ടിയുള്ള ഒരു അപേക്ഷയെങ്കിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നടന്നാലും നടന്നില്ലെങ്കിലും, എലോവായ് എലോവായ് ലമ ശബക്താനി എന്നവൻ പിന്നീട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നാൽ കയ്യേൽ ആണിയടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ പ്രാർത്ഥിക്കാത്തത്? ഇതാണ് എൻ്റെ ചോദ്യം. കയ്യേൽ ആണിയടിച്ചപ്പോൾ എന്തുകൊണ്ട് ഇവൻ ഏറ്റവും കുറഞ്ഞത്, ഇച്ചിരി മുമ്പേ പറഞ്ഞവൻ എന്താണ്? ഞാൻ ക്രിസ്തുവാണെന്ന്. അങ്ങനെയെങ്കിൽ അവന് പറയരുതോ, ദൈവമേ എൻ്റെ കയ്യിൽ ആണിയടിക്കുന്നത് നീ കണ്ടില്ലേ, നിന്റെ സൈന്യത്തെ നീ അയക്ക് എന്നൊരു വാക്ക് എന്താണ് ഇവൻ പറയാത്തത്? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വരുന്നോ വരാതിരിക്കുന്നോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവൻ്റെ പ്രാർത്ഥനയിലെങ്കിലും അവൻ രാജാവാണെങ്കിൽ പ്രതികാരം ചെയ്യാൻ അവൻ്റെ പിതാവിനോട് അവൻ അപേക്ഷിക്കാത്തതെന്ത്? അവൻ രാജാവാണെങ്കിൽ ദൂതസൈന്യം മുഴുവൻ അവൻ്റെ പ്രജകളാണെങ്കിൽ പോരാടുവാൻ അവൻ്റെ പ്രജകൾക്ക് അവൻ അനുവാദം കൊടുക്കാത്തതെന്ത്? ഇതാണ് കള്ളനെ കുഴക്കിയതായ ഒരു വലിയ പ്രശ്നം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥന കേൾക്കുന്നത്, പിതാവേ ഇവർ ചെയ്തിരിക്കുന്നത് എന്തെന്നറിയായിക ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. പീഡിപ്പിക്കപ്പെടുന്നത് ഒരു കാര്യം, ലോകത്തിൽ ഒരാളും പീഡിപ്പിക്കപ്പെട്ടാൽ ഇതുപോലൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല. പീഡിപ്പിക്കപ്പെടുമ്പോൾ ആത്മീകരം നമ്മൾ ചിന്തിക്കുന്നവർ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവേ അവരുടെ മേൽ ഇരുത്തി വീഴണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ആത്മീകരായിട്ടുള്ള ആളുകൾ പോലും ഇല്ലേ? പീഡിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയും ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഉപദ്രവിക്കുന്നത് സഹിക്കാൻ ഒരു പക്ഷേ അടിമയ്ക്ക് കഴിയും.
അവന് വേറെ ഗതിയില്ലാത്തത് കൊണ്ട് അടിമയെ ഉപദ്രവിച്ചാൽ അടിമ എന്തു ചെയ്യും? അതങ്ങ് സഹിക്കും. ഇനി ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കാൻ ഒരു മനുഷ്യന് കഴിയും. ഇഫ് യു ആർ എ ഹ്യൂമൻ ബീയിങ്, നിനക്ക് കഴിയുമെങ്കിൽ എന്തു ചെയ്യും? ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കും. പക്ഷേ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുവാൻ ദൈവികനായ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഉപദ്രവം സഹിക്കാൻ അടിമയ്ക്ക് കഴിയും, ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കാൻ ഒരു മനുഷ്യന് കഴിയും. പക്ഷേ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാൻ only godly people can forgive others. യേശു ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കണമെന്ന് ക്ഷമിക്കുക മാത്രമല്ല അവരെ തകർക്കാൻ കഴിയുന്ന, അതായത് ജീസസ് വാസ് നോട്ട് ഓൺലി ഫോർഗിവിങ്, യേശു അവരോട് ക്ഷമിച്ചു എന്ന് തന്നെയല്ല, അവരെ തകർക്കാൻ കഴിയുന്ന പിതാവിനോട് അവരെ തകർക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. അതായത് ഞാൻ ക്ഷമിക്കുക മാത്രമല്ല, ഇപ്പം എന്നെ ഒരാൾ തല്ലാൻ വരുന്നെന്ന് വെക്കുക, എന്നെ തല്ലാൻ വരുമ്പോഴത്തേക്ക് ഞാൻ അവനെ തിരിച്ച് തല്ലുന്നില്ലെന്ന് തന്നെയല്ല, എന്നെ തല്ലുന്നത് കണ്ടു തല്ലാൻ വരുന്നവനോട് ഉപദ്രവിക്കരുത് എന്നൂടെ പറയുന്ന ഒരു സ്റ്റേജ്. അതാണ് അവിടെ കാണുന്നത്. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവൻ എന്ത് തരത്തിലുള്ള രാജാവാണ്. അവൻ രാജാവായിരിക്കുന്നത് കൊണ്ടാണ് അവന് അവൻ്റെ വികാരങ്ങളുടെ മേലും അവൻ്റെ ചിന്തകളുടെ മേലും അധികാരമുള്ളത് എന്ന് അവൻ മനസ്സിലാക്കി. അവൻ പറയുന്നത്, എന്നെ ഉപദ്രവിക്കുന്നവരെ എനിക്ക് ഉപദ്രവിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാര്യം എൻ്റെ വികാരങ്ങൾ എന്തു ചെയ്യുന്നു? എപ്പോഴും അത് എൻ്റെ പ്രജകളല്ല, എൻ്റെ വികാരങ്ങൾ എൻ്റെ പ്രജകളല്ല, എന്നെ വിട്ടുപോവുകയാണ്. സോ നാച്ചുറലി എനിക്ക് ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തിരിക്കും? മറ്റുള്ളവരെ ഉപദ്രവിച്ചിരിക്കും. പക്ഷെ ഇവൻ അങ്ങനെയല്ല. കാരണം ഇവൻ്റെ കൈപ്പിടിയിലാണ് ലോകത്തിലുള്ള സകല കാര്യങ്ങളും. ഇവൻ അവൻ്റെ പിതാവിനോട് അപേക്ഷിക്കാമല്ലോ, ഇവന് ദൂത സൈന്യത്തോട് അപേക്ഷിക്കണ്ട, ആജ്ഞാപിക്കാമല്ലോ. പക്ഷെ അവൻ ആജ്ഞാപിച്ചില്ല. എന്തുകൊണ്ട് ആജ്ഞാപിച്ചില്ല? ഇവൻ പറയുന്നത്, അതായത് ഒരു പരിധി വരെ യേശു അപേക്ഷിച്ചില്ലെങ്കിൽ, യേശു പറഞ്ഞില്ലെങ്കിൽ ദൂതന്മാർ സ്വയം കയറി ചെയ്ത് കളയും. ചിലപ്പോൾ യേശുവിനെ മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ ദൂതന്മാർ അവരെ നശിപ്പിക്കാഞ്ഞതിൻ്റെ കാരണം തന്നെ അവരുടെ മേൽ യേശുവിന് അധികാരമുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ മന്ത്രിയെ, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പോകുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തു, ചെരുപ്പ് വലിച്ചെറിഞ്ഞെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെയാണല്ലോ ഇവിടുത്തെ കാര്യം. ചെരുപ്പ് വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് തോക്ക് എടുത്ത വ്യക്തിയെ അവൻ്റെ കൂടെയുള്ള അനുയായികൾ മന്ത്രിയുടെ ആജ്ഞ കിട്ടുന്നത് വരെ നോക്കി നിന്നിട്ടാണോ തൊടാൻ പോകുന്നത്? ആണോ? അല്ല. മന്ത്രി അടിക്കട എന്ന് പറയുമ്പോഴാണോ? അല്ല. അല്ലാതെ തന്നെ ചെയ്തിരിക്കും. ഇതുപോലെ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൂതന്മാർക്ക് ആജ്ഞയൊന്നും വേണ്ട, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ദൂതന്മാര് പ്രതികാരം ചെയ്യാതിരിക്കണമെങ്കിൽ മന്ത്രി അവൻ്റെ ബോഡി ഗാർഡിനോട് തൊട്ടുപോയേക്കരുതെന്ന് പറയുന്നത് പോലെ ദൂതന്മാരോട് യേശു കർത്താവ് ആജ്ഞാപിച്ചത് കൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ച വ്യക്തികൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? അവനാണ് യഥാർത്ഥ രാജാവെന്നുള്ളതാണ്. അവൻ്റെ പ്രജകളുടെ മേൽ അവന് പൂർണ്ണമായും അധികാരമുണ്ടെന്നുള്ളതാണ് അവന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവന് ഭയമായി. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ദൈവത്തെ, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കെന്താണ്? കൂട്ടുകാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? മറ്റവൻ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ദൈവഭയമുണ്ടായി. എന്തുകൊണ്ടാണ് ദൈവഭയം ഉണ്ടായത്? ഇത്രയും ശക്തനാണോ ഇവൻ? ദൂതന്മാരുടെ മേൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ദൂതന്മാര് അവനെ ഉപദ്രവിക്കുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആജ്ഞയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നശിപ്പിക്കാതിരിക്കത്തക്ക രീതിയിൽ അവരെ തടഞ്ഞു നിർത്താൻ കഴിവുള്ളവനാണ് യേശുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹി ഈസ് ഗാഡ്. അവന് മനസ്സിലായി ഹി ഈസ് ഗാഡ്, അവൻ ദൈവമാണെന്ന് മനസ്സിലായി. കാരണം ദൂതന്മാരുടെ മേൽ ആർക്ക് അധികാരമുണ്ട്? ഈ ക്രൂശിൽ കിടന്നാടുന്ന യേശുവിന് അധികാരമുള്ളത് കൊണ്ടാണ് അവൻ പ്രതികാരം ചെയ്യാൻ ദൂതന്മാരെ